നമസ്തേ. ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്കയുണർത്തുന്ന വാർത്തയാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ന്യൂസാണ് തത്തുമൈ ന്യൂസ് ഈ അവസരത്തിൽ പുറത്തുവിടുന്നത്. കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കേതിൽ നിന്ന് ബംഗ്ലാദേശി ദമ്പതികൾ പിടിയിലായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ലഭിച്ച ആധാർ കാർഡുകൾ ഉൾപ്പെടെ വ്യാജരേഖകളുമായാണ് ഇവർ പിടിയിലായിരിക്കുന്നത്. മിലിറ്ററി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തത്തുമൈ ന്യൂസ് ഇത്തരത്തിൽ വ്യാജരേഖകൾ സംഘടിപ്പിക്കുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ കാര്യമായ അന്വേഷണങ്ങളോ നടപടികളോ ഉണ്ടായിരുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ വാർത്ത ബ്രേക്ക് ചെയ്ത തത്തുമൈ ചീഫ് ന്യൂസ് എഡിറ്റർ രാജേഷ് പിള്ള ചേരുന്നു. നിഷ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് തത്തുമൈ ന്യൂസ് ഇന്ന് ബ്രേക്ക് ചെയ്യുന്നത്. മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും കേരള പോലീസിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡിൻ്റെയും ഒരു സംയുക്ത ഓപ്പറേഷനാണ് ഇന്നലെ നടന്നത്. കൊല്ലം നീണ്ടകരയ്ക്ക് സമീപത്ത് നിന്നാണ് ഈ ദമ്പതികൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാട്ടിൽ കടവാണ്. കൊല്ലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, കാട്ടിൽ മേക്കേതിൽ ക്ഷേത്രത്തിന് സമീപം കാട്ടിൽ കടവാണ് ഇവരുടെ അഡ്രസ്സായിട്ട് കൊടുത്തിരിക്കുന്നത്. നിരവധി ബംഗ്ലാദേശികളെ ഇതിനു മുമ്പും കേരളത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്രയോ ഇരട്ടി ആൾക്കാർ ആക്ച്വലി ഇപ്പോഴും കേരളത്തിൽ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ കയ്യിൽ നിന്ന് ലഭിച്ച ആധാർ കാർഡ് അത് മലയാളത്തിലുള്ള ആധാർ കാർഡാണ്. അതായത് ഇയാൾക്ക് കേരളത്തിൽ നിന്ന് തന്നെ ആധാർ കാർഡ് കിട്ടിയിരിക്കുന്നു. ഇനി അതിനപ്പുറം ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ കയ്യിൽ പാൻ കാർഡ് പോലും ഉണ്ട്. ഭാരതത്തിൻ്റെ, നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സീലും ഒപ്പും ഒക്കെയുള്ള പാൻ കാർഡുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാൻ കാർഡും ഈ ആധാർ കാർഡും വ്യാജമല്ല എന്നുള്ളതാണ്. അതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും വ്യാജമല്ല, ഇതൊക്കെ സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ, ഭാരതത്തിൽ എല്ലായിടത്തും ഈ റാക്കറ്റുണ്ട്. കേരളത്തിലും ഈ റാക്കറ്റ് സജീവമാണ്. അതായത് വിദേശത്ത് നിന്ന് കേരളത്തിൽ വന്നിങ്ങനെ അനധികൃതമായി കുടിയേറി താമസിക്കുന്നവർക്ക് വേണ്ട റെക്കോർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന റാക്കറ്റ് കേരളത്തിലും സജീവമാണെന്ന് തത്തുമൈ ന്യൂസ് കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്കിടയിൽ ഒരു 6 or 7 റിപ്പോർട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അധികൃതർ വേണ്ടവണ്ണം ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട്, അതായത് ഒരു ദശാബ്ദമായിട്ട് ഈ മനുഷ്യൻ കേരളത്തിൽ താമസിക്കുകയാണ്. ഇനി ഇയാൾ വിദേശിയല്ല എന്ന് പറയുന്നവർക്ക് മറുപടിയുണ്ട്. കാരണം ഇന്നലെ ഈ മിലിറ്ററി ഇൻ്റലിജൻസും ATSും നടത്തിയ ഈ റെയ്ഡിൽ ഇയാളുടെ യഥാർത്ഥത്തിലുള്ള ബംഗ്ലാദേശി പൗരത്വ രേഖയും ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ആധാർ കാർഡ് കേരളത്തിൽ നിന്ന് മലയാളത്തിലുള്ള ആധാർ കാർഡാണ്. പക്ഷേ ഇയാളുടെ ഭാര്യയുടെ ആധാർ കാർഡ്, അവർ കേരളത്തിലെത്തിയിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നു. അവരുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത് അത് ബംഗാളിൽ നിന്നോ മറ്റോ സംഘടിപ്പിച്ചതാണ്. അതായത് ബംഗാളിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഭാരതത്തിലെ അഡ്രസ്സ് ബംഗാളിലെയാണ്. അത് വ്യാജമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പക്ഷേ ഇയാളുടെ ഒറിജിനൽ ആധാർ കാർഡാണ്, പാൻ കാർഡും ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെയാണ് ഭീകര സംഘടനകൾ പലപ്പോഴും സ്ലീപ്പർ സെല്ലുകളായിട്ട് ഉപയോഗിക്കുന്നത്. അവർ നമ്മൾ ഒരിക്കലും സംശയിക്കാത്ത സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുക. നമ്മൾ ഒരിക്കലും സംശയിക്കാത്ത തരത്തിൽ ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് ജീവിക്കും. ഇഴുകിച്ചേർന്ന് അതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികൾ എടുത്തായിരിക്കും ഇവർ ജീവിക്കുന്നത്. ആവശ്യം വരുമ്പോൾ ഇവരെയൊക്കെ ഉപയോഗിക്കുക. ഇതിപ്പോൾ സ്ഫോടനം നടത്താനോ അല്ലെങ്കിൽ അത്തരം ആയുധക്കടത്തിനോ മാത്രം ഉപയോഗിക്കണമെന്നില്ല. വിവരശേഖരണത്തിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ ഒരിടത്തു നിന്ന് വേറൊരിടത്തേക്ക് എത്തിക്കാൻ ഉപയോഗിക്കാം. തീവ്രവാദികളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സ്ഥലപരിചയമുള്ള ആളെന്നുള്ള നിലയിൽ ഉപയോഗിക്കാം. അങ്ങനെ നിരവധി രീതികളിൽ ഇത്തരം സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, ഇപ്പോൾ ദക്ഷിണേന്ത്യ ഈ ISI ഉൾപ്പെടെയുള്ള ചാരസംഘടനകളുടെ ഒരു പ്രധാന പ്രവർത്തന കേന്ദ്രമായിട്ട് മാറുകയാണ്. കേരളം, തമിഴ്നാട്, സൗത്ത് കന്നഡ ഒക്കെ ഇതിൻ്റെ കേന്ദ്രങ്ങളായിട്ട് മാറുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരാൾ ബംഗ്ലാദേശി
ഇവിടെ കേരളത്തിൽ നമ്മളുടെയൊക്കെ ഇടയിൽ വന്ന് താമസിക്കുന്നത്. ഒരു കാര്യവും വളരെ ഉറപ്പാണ്, ഇയാൾ ഒറ്റയ്ക്കല്ല, ഇതുപോലെ നിരവധി ആൾക്കാരുണ്ടാകും. തുടർ ദിവസങ്ങളിൽ ഇതുപോലെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇതുപോലെ റെയ്ഡുകൾ പല സ്ഥലങ്ങളിൽ നടന്നാൽ കൃത്യമായ രേഖകൾ സഹിതം നമുക്ക് ഇവരെ പിടിക്കാൻ സാധിക്കും. തത്തുമൈ ന്യൂസ് തീർച്ചയായിട്ടും ഇത്തരം വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും ഒരിടത്തെങ്കിലും ഒരു ആക്ഷൻ നടന്നു എന്നുള്ളത് സന്തോഷകരമാണ്. അനിഷ, ഈ വാർത്തയെ സംബന്ധിച്ച് ഉടൻ തന്നെ അന്വേഷണം ഉണ്ടാകുമെന്നും ഇതുപോലെ വ്യാജരേഖകളുമായി താമസിക്കുന്നവരെ കൂടുതൽ റെയ്ഡുകൾ നടത്തി പിടികൂടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തത്തുമൈ ന്യൂസ് പിന്നാലെ വരുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.